ഇതുപോലുള്ളൊരു ബോട്ടിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് കളയില്ലേ, നമുക്കിത് വെച്ച് ഇതുപോലെ 2 പ്ലാന്റിംഗ് പോട്ട്സ് ഉണ്ടാക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ വായോ എങ്ങനെയാണെന്ന് നോക്കാം. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് സൺലൈറ്റ് ലിക്വിഡ് വാഷിൻ്റെ ഒരു ബോട്ടിലാണ്. അപ്പം ഞാൻ ആദ്യം ഇത് 2ആയിട്ട് കട്ട് ചെയ്തെടുത്തു. അങ്ങനെ കട്ട് ചെയ്തെടുത്തപ്പോൾ ഇതിൻ്റെ ടോപ്പ് പോർഷൻ നല്ലൊരു കളർഫുൾ ആയിട്ട് ഇരിക്കുന്ന ഒരു മഴവില്ല കളറൊക്കെ പോലെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കരുതി ഇതിനകത്തിന് വേറെ കളറൊന്നും ചെയ്ത് അലമ്പാക്കണ്ടെന്ന് കരുതി. അപ്പോൾ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അതിൻ്റെ ടോപ്പ് പോർഷൻ ഒരു റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തു. അങ്ങനെ കട്ട് ചെയ്തൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൻ്റെ കവർ ഇളകുന്നത് പോലെ തോന്നി. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ക്ലേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുപോലെ തിന്നാക്കി എടുത്തിട്ട് അതിൻ്റെ മോൾ ഭാഗത്ത് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഇത് താഴെ ഒന്ന് നല്ലതുപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാട്ടയുടെ അടപ്പെടുത്തിട്ട് അതിൻ്റെ താഴെ ഒട്ടിച്ചു കൊടുത്തു. ആ ഒട്ടിച്ചു കൊടുത്ത വൃത്തിയോട് മാറാൻ വേണ്ടിയിട്ട് അവിടെയും ഞാൻ ക്ലേ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒട്ടിച്ചു കൊടുത്ത ക്ലേ ഒക്കെ ഇടുന്ന് ഉണങ്ങി കഴിഞ്ഞപ്പോൾ ആ ക്ലേയിലും പിന്നെ പാട്ടയുടെ അടപ്പിലും ഒക്കെ ഞാനൊരു വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട്. ആ പാട്ടയുടെ അടപ്പ് നമ്മൾ താഴെ ഉറപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത അടപ്പില്ലേ, അതിലൊക്കെ ഞാനൊരു വൈറ്റ് കളർ കൊടുത്തത്, ഒരു ബേസ് കളറായിട്ടാണ് കൊടുത്തത്. പിന്നെ താഴെ ആ സ്റ്റാൻഡ് ചെയ്ത് വെക്കുന്ന ആ ഒരു പോർഷനിൽ ഞാൻ യെല്ലോ കളർ അപ്ലൈ ചെയ്തു. അപ്പോൾ ബോട്ടിലുമായിട്ട് മാച്ച് ചെയ്യുന്ന ഒരു കളറാണ് കൊടുത്തത്. പിന്നെ അതുപോലെ ടോപ്പിൽ ക്ലേയുടെ പോർഷനിൽ ഞാൻ റെഡ് കളറാണ് അപ്ലൈ ചെയ്തത്. ഉള്ളത് പറഞ്ഞാൽ കുളിപ്പിച്ച് കുഞ്ഞിനെ ഇല്ലാതാക്കി എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഇത്രയും വലിയ അലങ്കോലപ്പണികളൊന്നും വേണ്ടായിരുന്നു എന്ന് അവസാനം എനിക്ക് തോന്നി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലാന്റിംഗ് പോട്ട്. അലങ്കാരം കുറച്ച് ഓവറായി എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നില്ലേ? അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത പ്ലാന്റിംഗ് പോട്ട് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിത്ര ബോറല്ല കേട്ടോ. അപ്പോൾ ആ ബോട്ടിലിൻ്റെ സെക്കൻഡ് പീസിൽ ഞാൻ വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്പ്രേ പെയിൻ്റ് ആണ് യൂസ് ചെയ്തത്. ദെൻ അതിനുശേഷം അതിൻ്റെ ഒരു 4 കോർണേഴ്സ് ഉണ്ടല്ലോ, ഓപ്പോസിറ്റ് സൈഡിലും ഈ സൈഡിലും ആയിട്ടുള്ള 4 കോർണേഴ്സ് ഉണ്ടല്ലോ, അവിടെ ഞാനൊരു ഫ്ലവർ പെറ്റൽ പോലെയുള്ള ഒരു ഡിസൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇത് ആദ്യത്തെ പീസ് പോലെ അധികം റിസ്ക് ഉള്ള പരിപാടി ആയിരുന്നില്ല. വളരെ സിമ്പിളായിരുന്നു. പക്ഷെ കാണാനും ഭംഗി സിമ്പിളായിട്ട് ചെയ്തിട്ടുള്ള ഈ പോട്ടായിരുന്നു. ദെൻ ഞാൻ അതിൻ്റെ നടുക്ക് കുറച്ചുകൂടെ ഒന്ന് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു റൗണ്ടൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ വളരെ ചെറുതായി പോയപ്പോൾ ഞാൻ പിന്നെ അത് കുറച്ചും കൂടി വലുതാക്കി ഒരു വലിയ സർക്കിളാക്കി എടുത്തു. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയുണ്ടായി. പിന്നെ ഞാൻ അതിൻ്റെ മേലെ ഒരു ബ്ലാക്ക് ജെൽ പെൻ വെച്ചിട്ട് ഇങ്ങനെ ഇറഗുലറായിട്ട് പെറ്റൽസ് ഒക്കെ വരച്ചു കൊടുത്തു. അപ്പോൾ അതിന് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും കുറച്ചുകൂടെ ഒന്നുകൂടെ നിറച്ച് നിൽക്കുന്ന മാതിരി ഒന്നുകൂടെ ഒന്ന് അട്രാക്റ്റീവായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഭംഗി കേട്ടോ. റിസ്ക്കും ഇല്ല, സിമ്പിളാണ്, സിമ്പിൾ ആൻഡ് ഹമ്പിളുമാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റിംഗ് പോട്ടും റെഡി ആയിട്ടുണ്ട്. ഞാനിതിൽ ലക്കി ബാമ്പു ആണ് നട്ടിട്ടുള്ളത്. കുറേ ലക്കി ബാമ്പു ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടാണ് ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ 2 പീസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.